ഇത്ര നേരം നമ്മൾ പറഞ്ഞത് യേശുവിന് നമ്മളെ പിടുത്തം കിട്ടുന്ന അതൊരു സാന്ത്വന സുവിശേഷമാണ്, ഗോസ്പൽ ഓഫ് കൺസലേഷൻ. എന്നാൽ ഒരു 350 പേര് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറേ കൂടി ഇങ്ങനെ യേശുവിൻ്റെ പ്രേരണയാൽ മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് ആ സാന്ത്വന സുവിശേഷം പോരാ, അവർ കുഞ്ഞു കാര്യം കൂടി ഒന്ന് ചേർത്ത് വായിക്കണം. ഇപ്പോൾ എനിക്ക് യേശുവിനെ മനസ്സിലാവുന്നുണ്ട്. വ്യത്യാസമുണ്ട്. തൊട്ട് മുമ്പിരിക്കുന്ന ഈ മക്കളിൽ ഒരാളെ ഞാൻ പറയാം, എനിക്ക് നിന്നെ പിടുത്തം കിട്ടിയെന്ന് പറഞ്ഞതിനകത്ത് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ കുഞ്ഞുങ്ങളുടെ പ്രായവും എൻ്റെ പ്രായവും കൂടി വെച്ചുകൊണ്ട് എനിക്ക് നിശ്ചയമായിട്ട് മനസ്സിലാക്കണം. എന്നാൽ ആ കുഞ്ഞുങ്ങളിൽ ഒരാൾ പറയുകയാണ്, എനിക്കിപ്പോൾ നിങ്ങളെയും മനസ്സിലാവുന്നുണ്ട് എന്ന് പറയുമ്പോൾ വ്യത്യാസമില്ലേ? അതുകൊണ്ടൊക്കെയാണ് ഈ വേദപുസ്തകം നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ സങ്കടങ്ങൾ അവൻ്റെ രക്ഷാകരമായ പാനപാത്രത്തിൽ പങ്കുചേരില്ല. വിശേഷിച്ചും അത് പറയാനുള്ള പ്രധാനപ്പെട്ട പ്രേരണ ഈ ദേവാലയത്തിൻ്റെ പേര് അൽഫോൻസ. എനിക്ക് ചെറിയ പ്രായത്തിൽ ഈ പുണ്യവന്മാരും പുണ്യവതികളെ ഒരു കണ്ണി കണ്ടുകൂടായിരുന്നു. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ എങ്ങനെയെങ്കിലും അത് മാറിപ്പോകാൻ വേണ്ടി തിരികെത്തിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ നടക്കുമ്പോൾ ഈ ആശാന്മാരും ആശാട്ടിമാരും എന്താ പറയണത്? സകലമാന സങ്കടങ്ങളെ ഇങ്ങോട്ട് വരാനാണ് പറയണം. അൽഫോൻസമ്മയുടെയൊക്കെ പ്രാർത്ഥനയൊക്കെ അറിയാൻ പാടില്ലേ? എന്തെങ്കിലും ഒരു സങ്കടം പാല, തൊടുപുഴ, ഈരാറ്റുപേട്ട, ചങ്ങനാശ്ശേരി വഴി പോയിട്ടുണ്ടെങ്കിൽ പറയും, ഭരണങ്ങാനത്തേക്ക് ഓട്ടോ വിളിച്ച് വന്നേക്കണമെന്ന് പറയും. അതാണ് കയ്യിലിരിപ്പ്. അതുകൊണ്ട് അത് സൂചിപ്പിക്കാതെ നമുക്കിത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കെൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. അവർ വിചാരിച്ചു അത്തരം ചില സങ്കടങ്ങളിലൂടെ പ്രവേശിക്കുന്ന വഴി അവർക്ക് യേശുവിനെ കുറേ കൂടി പിടുത്തം കിട്ടുന്ന, ഒരാളിലേക്ക് പ്രവേശിക്കാനുള്ള ഏറ്റവും നല്ല വഴി അയാളുടെ സങ്കടങ്ങളിലേക്ക് നോക്കുക എന്നുള്ള. അതുകൊണ്ടാണ് ഉദിതനായ യേശു വന്നിട്ട് പറഞ്ഞു, തോമസോട് എന്താ പറഞ്ഞത്? തോമസേ, എൻ്റെ ക്ഷതങ്ങൾ കാണും, എൻ്റെ ക്ഷതങ്ങൾ കാണും. ബാക്കിയുള്ളതൊക്കെ തട്ടിപ്പാ. മനുഷ്യർ പറയുന്ന തമാശകൾ, അവരുപയോഗിക്കുന്ന വലിയ വാഹനങ്ങൾ, പണിത വലിയ വീട് ഒക്കെ തട്ടിപ്പാ. ആകപ്പാട് ഒരാൾ സത്യസന്ധമായിട്ട് നിൽക്കുന്നത് അയാളുടെ സങ്കടങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് അവരാ സങ്കടങ്ങളിലേക്ക് ഉറ്റുനോക്കി. ഒരു പഴയ ഉദാഹരണം പറഞ്ഞ് ഈ കാര്യം അവസാനിപ്പിക്കാവുന്നേ ഉള്ളൂ. അലഞ്ഞു നടക്കണ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിക്കുന്നൊരു പെൺകുട്ടി. അവൾക്ക് കുറച്ച് ഭേദപ്പെട്ട സാഹചര്യങ്ങളുണ്ട്. രാത്രി ഒരു 2 മണി 3 മണിക്കൊക്കെ ഇടയിൽ മഴ ഇങ്ങനെ ചിഹ്നം ഭിന്നം പെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒച്ച കേട്ട അവൾ എണീക്കുന്നത്. പെട്ടെന്ന് അവൾക്കൊരു ചിന്ത, ദൈവമേ അവനിപ്പോൾ എവിടെയായിരിക്കും? ഏതെങ്കിലും ഒരു റെയിൽവേ സ്റ്റേഷനിൽ സിമൻ്റ് ബെഞ്ചിലിങ്ങനെ കൂനി പിടിച്ചിരിക്കുന്നുണ്ടാകും മഴ കഴിയാൻ വേണ്ടി. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്ന ഉത്തരവാദിത്തമുള്ള ഒരു പോലീസ് വന്നിട്ട് ചോദിക്കുന്നു, എവിടെ പോകാനാ? എങ്ങോട്ടും പോകാനല്ല സാറേ, ഈ മഴയൊന്ന് കഴിയാൻ വേണ്ടി നിൽക്കുക. വായിക്കാനൊക്കെ അറിയാവോ? കുറച്ച്. കുഴപ്പമില്ല, എന്നാ ഒന്ന് വായിച്ചു. യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഇടം. ആർക്ക്? യാത്രക്കാർക്ക്. എങ്ങ് പോകാനൊന്നുമില്ല, പോവോ. പതുക്കെ ഇങ്ങനെ മഴയിലോട്ട്. ഇനി അവൾക്ക് ഉറക്കം കിട്ടില്ല. ഓർത്താ അവൾക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ചേർന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, അവളുടെ ജാലകങ്ങൾ തുറക്കുക. എന്നിട്ട് അതിൻ്റെ അഴിയിലൂടെ പുറത്തേക്ക് കൈ നീട്ടുക. എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക, അവൻ കൊള്ളണ മഴയെ, അവനെ തണുപ്പിക്കുന്ന കാറ്റ്, എന്നെയും തൊടാതെ പോകരുതേ. അവൻ കൊള്ളണ മഴ, അവനെ തണുപ്പിക്കണ കാറ്റ്, എന്നെയും തൊടാതെ പോകരുത്. പിന്നെയും കുറേ വൈകുമ്പോൾ
ഉറക്കം കടുക്കുന്നു. എന്തായാലും പഴയ ഇടത്തിൽ അവൾക്ക് കിടക്കാൻ പറ്റില്ല. പിന്നെ ചെയ്യാവുന്ന ഇതാണ്, നിലത്തിങ്ങനെ വളരെ വിലപിടിപ്പുള്ള അറേബ്യൻ കാർപ്പറ്റൊക്കെ ഇങ്ങനെ പാകിയിട്ടുണ്ട്. അതിങ്ങനെ തെരുത്ത് മാറ്റിയിട്ട് സിമൻറ്റ് തറയിൽ ചുരുണ്ടുകൂടി കിടക്കുക. ഇതിനെന്തെന്ന് വിളിക്കണം? ഇതിന് ഭ്രാന്തെന്ന് വിളിക്കണം. പിന്നെ ഭ്രാന്തിൻ്റെ തന്നെ വകഭേദമായ പ്രേമം. ഭൂമിയിലെമ്പാടും അവനോട് കുറേ അധികം സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ പ്രണയത്തിലാവും. അപ്പോൾ അവർ വിചാരിക്കുന്നു അവൻ്റെ രക്ഷാകരമായ പാനപാത്രത്തിൽ ഒരു പങ്കുചേരൽ തങ്ങൾക്കും കിട്ടി. കുർബാനയ്ക്ക് ഇടയിൽ വാഴ്ത്തിയ ചഷകം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കൈമാറുകയാണെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരിറക്ക് കുടിക്കാതെ കൈമാറുമോ? നമ്മുടെ ചില ദുരനുഭവങ്ങൾ, ഒറ്റപ്പെടൽ, ഏകാന്തതയൊക്കെ അവൻ കുടിച്ച പാനപാത്രത്തിൽ വളരെ ചെറിയൊരു ഇറുക്കാണെന്ന് മാത്രം ഓർത്തോളാം. ഇതാണ് ഈ വിചാരത്തെ പൂർണ്ണമാക്കാനായിട്ട് നമ്മൾ കൂട്ടിച്ചേർക്കുന്നത്. കാരണം ആദ്യത്തേത് വെറുതെ സാന്ത്വനം മാത്രമാണ്, യേശുവിനെ എന്നെ പിടുത്തം കിട്ടും. എന്നാൽ നിങ്ങൾക്കിപ്പോൾ യേശുവിനെയും പിടുത്തം കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ധ്യാനവിചിന്തനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്തിനാണ് ഇങ്ങനൊരു വാർഷിക ധ്യാനം? ഏറ്റവും ലളിതമായ ഉത്തരം ഇതാണ്: കുറേ കൂടി യേശുവിൽ ഏകാഗ്രമായിട്ട് ജീവിക്കുവാൻ, കുറേ കൂടി നമ്മളെ അവിടുത്തെ പാദങ്ങളിൽ പുനരർപ്പിക്കുവാൻ. റീഡെഡിക്കേഷൻ. ചിലപ്പോഴൊക്കെ പത്രത്തിൽ ഇങ്ങനെ വലിയ സപ്ലിമെൻ്റ് കാണാറുണ്ട്. വലിയ കമ്പനികളൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ട് ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ ഒരിക്കൽ കൂടി പുനർനവീകരിക്കുന്നു, പുനരർപ്പണം ചെയ്യുന്നത്. ആ വാക്ക റീഡെഡിക്കേഷൻ. അതുപോലെ ഓരോരുത്തരും ഒരിക്കൽ കൂടി ചില കാര്യങ്ങൾ പുനരർപ്പിക്കുക. അതുകൊണ്ട് വേദപുസ്തകത്തിലെ കുഞ്ഞു ഭാഗം ഒന്ന് കേട്ട് അതിനകത്ത് നമുക്ക് ലഭിക്കുന്ന ഒരു 4 അനുഗ്രഹങ്ങളെ ധ്യാനിച്ച് നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. യേശു കേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞൊരു നഗരത്തിൽ വന്നപ്പോൾ സംഭവിച്ചതാണ്. കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് ഒരു ക്ഷേത്ര നഗരമാണ്. കുറേ അധികം പുരാതന മതങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരിടമാണത്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഓർമ്മയിലുണ്ട്. എന്നാൽ അത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ആവശ്യമില്ല. ഒരു ക്ഷേത്ര നഗരം, ഓരോ കല്ലിലും ഇങ്ങനെ കുലീനതയുള്ള കമനീയമായ എടുപ്പുകളോടൊക്കെ കൂടി ചേർന്നൊരു നഗരം. നിലത്തുപാകിയ ഒരു കല്ലിൻ്റെ പോലും മൂല്യമില്ലാത്ത ഒരു തച്ചനും 12 മുക്ക് വരും. ഒരു തച്ചൻ ആ നടുമുറ്റത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു: ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് മുമ്പ് വേറെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ആരാണെന്നാണ് ദേശം പറയുന്നത്, അത് വിട്ടുകള. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയണത്. സോ ഹൂ ഈസ് ദിസ് നൊമാഡിക് കാർപ്പൻ്റർ ഫോർ അസ്? ഈ അലയണ മരപ്പണിക്കാരൻ നമുക്കാരാ? പീറ്റർ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാവുന്നു. അതെങ്ങനെയാണ് മനസ്സിലാവുന്നത്? കൂടെ സഞ്ചരിക്കുന്ന, കൂടെ പട്ടിണി കിടക്കുന്ന, അയാൾ വഞ്ചി തുഴയുമ്പോൾ അമരത്തിൽ ചുരുളൂടി കിടന്നുറങ്ങുന്ന ഈ മരപ്പണിക്കാരൻ എങ്ങനെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാവണ്? യേശു പറഞ്ഞു, ശിമയോനെ, മാംസരക്തങ്ങളല്ല ഇത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചത്, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ആത്മാവ. ബാക്കി ലോകത്തുള്ള എല്ലാ ബന്ധങ്ങളെയും നിർണയിക്കുന്ന മാംസരക്തങ്ങളാണ്, നമ്മുടെ ഇംപ്രഷൻസാണ്. വിശേഷിച്ചും സൗഹൃദത്തിൽ, പ്രണയത്തിൽ, ഒരു കല്യാണം അന്വേഷിക്കുമ്പോഴൊക്കെ മാംസരക്തങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട മീഡിയം.
നമ്മുടെ തോന്നലുകൾ ഓരോന്നിനെക്കുറിച്ച്. എന്നാൽ ലോകത്തൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ നിർണയിക്കാനായിട്ട്, അതിന് പാലം പണിയാനായിട്ട് മാംസരക്തങ്ങളെന്ന് പറഞ്ഞ മീഡിയം പോരാ. എന്താണ്? ഗുരുവുമായുള്ള ബന്ധം. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഈ ഒരു അരയോളം പൊക്കമില്ലാത്ത ഒരു കുഞ്ഞു മനുഷ്യൻ മിക്കവാറും ഇങ്ങനൊരു പൈറ്റക്കാരനെ കണക്ക് അനുഭവപ്പെട്ടു. കുറച്ചു കാലം മുമ്പ് വരെ പച്ചിലയൊക്കെ തിന്നുമായിരുന്നു. അപ്പം അടുത്ത കാലത്ത് തോന്നി, ഈ പച്ചിലക്കും ജീവനുണ്ടെങ്കിലോ, അങ്ങനെ അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ആകപ്പാടെ ഒരു പ്രത്യേക രീതിയിലുള്ള ജീവിതം. എന്നിട്ടോ ആ വയോധികനായ മെല്ലിച്ച ചെറിയ മനുഷ്യൻ്റെ കാൽപാദങ്ങളിൽ വീണിട്ട് ഈ ദേശത്തെ ഏറ്റവും ബുദ്ധിയുള്ള ഒരാൾ വിവേകാനന്ദനാണത്. കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അങ്ങാണെൻ്റെ ഗുരുവെന്ന് പറയുമ്പോൾ മാംസരക്തങ്ങളാണോ മാധ്യമം? ഒരു ഗുരുവിനെ കണ്ടെത്താൻ, നിർണയിക്കുവാൻ മാംസരക്തങ്ങൾ പോരാ. ശമയോനെ, മാംസരക്തങ്ങളല്ല ഈ നിന്നെക്കൊണ്ട് പറയിപ്പിച്ചത്, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ആത്മാവ്. ഈ രാത്രിയിൽ ആ ചോദ്യം ഓരോരുത്തരും തങ്ങളെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കണം. ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? നീയോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാവ്. ഒരു ഗുരുവെന്ന ഇടത്തിൽ നിന്ന് മിശിഹ എന്ന ഇടത്തിലേക്ക് കാര്യങ്ങളിങ്ങനെ ഉയർന്നു പോവുകയാണ്. ഉണ്ടാക്കുന്ന വ്യത്യാസം. രക്ഷിക്കുന്നവൻ. എനിക്ക് രക്ഷ ആവശ്യമുള്ള ഒത്തിരി മേഖലകളുണ്ട്. ശുദ്ധീകരണം ആവശ്യമുള്ള ഒത്തിരി ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലൊക്കെ എൻ്റെ മിശിഹ. എന്നിട്ട് യേശു ശിമയോനോട് പറഞ്ഞ ആ 4 കാര്യങ്ങൾ നമുക്ക് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ നമുക്കുള്ളൊരു ആശീർവാദമായിട്ടെടുക്കാം. 1, ശിമയോനെ, ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും. ശരിയായ ഒരു ഗുരുവിനെ കണ്ടെത്തുകയാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ശിലയെ ഉറപ്പിക്കുക. ഗുരുവാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാന ശില. ആ ശില കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അതിനോട് ചേർന്ന് നിങ്ങൾ വെക്കുന്നതൊക്കെ പുണ്യപ്പെട്ടതാകും. അപ്പോൾ ഒന്നതാണ്, എവറിത്തിങ് ഈസ് ഗോയിങ് ടു ബി സേക്രഡ്. കൃത്യമായ ഒരു ഗുരു അനുഭവത്തിലേക്ക് വന്ന ഒരാൾ ചെയ്യുന്നതൊക്കെ പുണ്യമാകും. അയാൾ ചങ്ങാതിമാരോടൊത്ത് കുസൃതി പറയുമ്പോൾ ആ ചങ്ങാത്തം പള്ളിയാവുന്നു. അയാൾ നയമ്പെടുത്ത് പടിഞ്ഞാറ് കടലിലേക്ക് പോകുമ്പോൾ കടൽ പള്ളിയാവുന്നു. അയാൾ കൈക്കോട്ടെടുത്ത് കിഴക്ക് തോട്ടത്തിലേക്ക് പണിക്ക് പോകുമ്പോൾ വയലിൽ നിന്ന് വയലിലേക്ക് ഇറങ്ങുമ്പോൾ വയൽ പള്ളിയാവുന്നു. അയാൾ അവളെ അറിയുമ്പോൾ കിടപ്പറ പള്ളിയാവുന്നു. അയാൾ കുഞ്ഞിനെ തൊട്ടിലാട്ടുമ്പോൾ ഉമ്മറം പള്ളിയാവുന്നു. ശരിയായ ഗുരുവെന്ന അടിസ്ഥാന ശിലയുടെ മീതെ നിങ്ങൾ പണിയുന്നതൊക്കെ പള്ളിയാവും. എല്ലാം പള്ളിയാവും. ആണ് ഒന്നാമത്തെ അനുഗ്രഹം. രണ്ടാമതായിട്ട് യേശു പറഞ്ഞു, നരക കവാടങ്ങൾ നിനക്കെതിരെ പ്രബലപ്പെടില്ല. നരക കവാടങ്ങൾ എന്തെന്നറിയണമെങ്കിൽ ആദ്യം നഗര കവാടം എന്തെന്നറിയണം. പ്രാക്നഗരങ്ങളിൽ, പഴയ സംസ്കാരങ്ങളിലൊക്കെ ഈ വലിയ നഗരത്തിൻ്റെ വാതായനങ്ങളുണ്ട്. ആ നഗരവാതായനങ്ങളുടെ താഴെ ഇരുന്നു കൊണ്ടാണ് പ്രധാനപ്പെട്ട വിഷയങ്ങളിലെ ചർച്ച നടക്കുന്നതും തീർപ്പ് നടക്കുന്നതും വിധിവാചകങ്ങളുണ്ടാകുന്നതുമൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞെന്നാൽ ഒരു പഴയ കാലത്തെ ഗവൺമെൻറ്റാണ് ഈ നഗര കവാടത്തിലുള്ളത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതോറിറ്റി എന്നതിൻ്റെ അർത്ഥം. നഗര കവാടം അങ്ങനെ പിടുത്തം കിട്ടിയെങ്കിൽ ഇനി നരക കവാടം എന്താണെന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതോറിറ്റി ഓഫ് ഹെൽ. തിന്മയുടെ അധികാരത്തിന് നിൻ്റെ മേൽ ഒന്നും ചെയ്യാനുണ്ടാവില്ല. രണ്ടാമത്തത്, യേശുവിനെ ഇങ്ങനെ
തൻ്റെ രക്ഷകനും നാഥനുമായി ചേർത്ത് പിടിച്ച മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഓടിപ്പോകും. പഴയ നിയമത്തിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, കട്ടളയിൽ കുഞ്ഞാടിൻ്റെ രക്തം തളിച്ചു കഴിഞ്ഞാൽ മരണം ഓടിപ്പോകും. ശരീരം ഒരു വീടായിട്ടെടുക്കുകയാണെങ്കിൽ ശരീരത്തിൻ്റെ കട്ടളപ്പടി എന്താണ്? നെറ്റിയിൽ കുരിശൊരാളം വരച്ചൊരാളുടെ ജീവിതത്തിൽ നിന്ന് തിന്മ ഓടിപ്പോകും. ഭാവനകൾക്ക് പോലും വലിയ വിമലീകരണം സംഭവിക്കും, ശുദ്ധീകരണം സംഭവിക്കും. ഒരു കാര്യം ഓർത്തോളണം, പുതിയ നിയമത്തിലെ പാപമെന്ന് പറയുന്നത് ഒരു ക്രിയയല്ല, ഭാവനകളിൽ സംഭവിക്കുന്ന പാളിച്ച. ആവർത്തിക്കുകയാണ്, പുതിയ നിയമത്തിൽ പാപമെന്ന് പറയുന്നത് ക്രിയയല്ല, മറിച്ച് ഭാവനകളിൽ സംഭവിക്കുന്ന പാളിച്ച. പഴയ നിയമത്തിൽ കൊലപാതകം എന്ന് വെച്ചെന്നാൽ ചോര വീഴണം. പുതിയ നിയമത്തിലോ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഉള്ളിൻ്റെ ഉള്ളിൽ സഹോദരനെ നീ ഭോഷണം എന്ന് വിചാരിച്ചാൽ മതി, നീ കൊലപാതകം ചെയ്തിരിക്കുന്നു. കാര്യം മാറി. പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്നത് അർഹതയില്ലാത്ത ഒരു സ്നേഹത്തിലായിരിക്കുക എന്നുള്ളതൊക്കെ. പുതിയ നിയമത്തിൽ അങ്ങനെയല്ല, ആസക്തിയോടുകൂടി നീ നോക്കുമ്പോൾ തന്നെ നീ അത് ചെയ്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇൻ്റർനെറ്റിലൂടെയൊക്കെ ഇങ്ങനെ ഭംഗിയില്ലാത്ത കാര്യങ്ങൾ കാണുന്ന മക്കളൊക്കെ ആ വാക്കിനെ ഗൗരവമായിട്ട് എടുക്കേണ്ടതല്ലേ? കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം തന്നെയാണ് പുതിയ നിയമത്തിലുള്ള വ്യഭിചാരം. അപ്പോൾ ഭാവനയുടെ ശുദ്ധീകരണം സംഭവിക്കാൻ വേണ്ടിയാണ് നെറ്റിയിൽ കുരിശ് വരക്കണം. നെറ്റിയിൽ കുരിശ് വരക്കുന്ന ആളുടെ ഉള്ളിൽ നിന്ന് അവിടത്തേക്ക് നിരക്കാത്ത ഭാവനകൾ പോലും ഓടിപ്പോവും. രണ്ടത, ജീവനും സ്നേഹത്തിനും നിരക്കാത്ത ഒന്നിനെയും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യത്തില്ല. ജീവനും സ്നേഹത്തിന് നിരക്കാത്ത, വീടിനകത്തിങ്ങനെ ഒരാളെ കുറ്റം പറയത്ത പോലുമില്ല, ജീവനും സ്നേഹത്തിന് നിരക്കാത്ത, അവിടം തൊട്ട് ഓരോ കാര്യങ്ങൾക്കകത്തും രണ്ടതാ. മൂന്നാമതായിട്ട് യേശു പറഞ്ഞു, ശിമയോനെ, നിൻ്റെ കരങ്ങളിൽ ഞാൻ സ്വർഗത്തിൻ്റെ താക്കോൽ വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്നറിയത്തില്ല, പണ്ടിങ്ങനെ ചെറിയ പ്രായത്തിൽ വേദോപദേശം പഠിപ്പിച്ച ഒരു ടീച്ചർ പറഞ്ഞു, സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞെന്നാൽ ഓരോരുത്തരുടെയും കൈവെള്ളയിൽ പത്രോസിന് കൊടുത്ത താക്കോൽ കാണാം. തിരിച്ചും മറിച്ചുമൊക്കെ നോക്കിയിട്ട് അന്ന് കണ്ടില്ല. എന്നാൽ പ്രായമാകുന്നതനുസരിച്ച് തെളിഞ്ഞു വരുന്നുണ്ട്. ഇപ്പം അറിയാം, എൻ്റെ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോല് എൻ്റെ കൈവെള്ളയിലാണ്. എൻ്റെ ഉറ്റവരുടെ താക്കോല്, സ്വർഗത്തിൻ്റെ താക്കോല് എൻ്റെ കൈവെള്ളയിലാണ്. ഇങ്ങോട്ട് തിരിച്ചെന്നാൽ സ്വർഗം, ഇങ്ങോട്ട് തിരിച്ചാൽ നരകം. ചെറിയ മക്കൾ പോലും അത് ഓർത്താൽ നല്ലതാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുറുമ്പോ കുസൃതിയൊക്കെ കാട്ടുമ്പോൾ പെട്ടെന്ന് ഓർത്തുകൊള്ളണം, ഇത് പതുക്കെ പതുക്കെ ഈ സ്വർഗം നശിപ്പിക്കണ ഒരു താക്കോല. അത് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ, അത് വിട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രാത്രി സ്വർഗതുല്യമായേനെ. അതൊക്കെ ഉണ്ട്. ഒരു വീട്ടമ്മ ഓർക്കണം, തൻ്റെ കൈവെള്ളയിലാണ് സ്വർഗത്തിൻ്റെ താക്കോൽ. ഒരു പഴയ ഉദാഹരണം ഇതാണ്. ജോലി കഴിഞ്ഞ് കുറച്ച് വൈകി വെത്തുന്ന ഒരു പുരുഷൻ. രണ്ട് തരത്തിൽ ആ സ്ത്രീക്ക് അയാൾ നേരിടാം. ഒന്നെങ്കിൽ പറയാം, എവിടെ പോയി കിടക്കുകയായിരുന്നു ഇത്രയും നേരം. അപ്പോൾ അയാൾ പ്രവേശിക്കാൻ പോകുന്നത് അയാളുടെ നരകത്തിലേക്കാണ്. എന്താ നരകം എന്ന് പറയുന്നത്? ആബ്സെൻസ് ഓഫ് ലവ്. സ്നേഹമില്ലാത്ത ഇടത്തെ വിളിക്കുന്ന വാക്കാണെന്താ? നരകം. ഈ വീട് നരകമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ഇങ്ങനെ തീയൊക്കെ ആളുന്നുണ്ടെന്നാണോ? ഒന്നുമല്ല, സിമ്പിളായ അർത്ഥമേ ഉള്ളൂ. ഈ വീട്ടിൽ ഇപ്പം എന്തില്ല? സ്നേഹമില്ല. എന്നാൽ ഇങ്ങനെയും ചോദിക്കാം, ഇന്ന് ഓവർ ടൈം ഉണ്ടായിരുന്നോ? ഒറ്റുണ്ടായിരുന്നോ? കുളിച്ചു വാ, പെട്ടെന്നൊരു കാപ്പി ഇടാം. അപ്പം ഈ താക്കോൽ ഇങ്ങോട്ട് തരികയും അയാളുടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് ഇങ്ങനെ കൈവെള്ളം നോക്കിയിരുന്നിട്ട് പറയണം, ഇന്ന് എൻ്റെ വീടിനെ സ്വർഗതുല്യമാക്കാൻ പോകുന്നത് എൻ്റെ ഈ കൈവെള്ളയിലെ താക്കോൽ കൊണ്ടാണ്. നാലാമതായിട്ട്
യേശു പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെ സ്വർഗത്തിലും കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെടും. അതിൻ്റെ അർത്ഥം കുറേ കാലം കഴിയുമ്പോൾ നീ ചെയ്യുന്നതൊക്കെ സ്വർഗം ആഗ്രഹിച്ച കാര്യങ്ങളാണ്. സ്വർഗത്തിനും നിനക്കുമിടയിൽ ഇങ്ങനെ അകലമില്ലാതെയാകും. അപ്പോഴാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം നമ്മളിൽ പൂർണ്ണമാവുക. നിൻ്റെ രാജ്യം വരേണമേ. എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടല്ലേ, നിൻ്റെ രാജ്യം വരേണമേ. നിൻ്റെ രാജ്യം എവിടെ വരണം? എൻ്റെ ഭൂമി വരണം, ഭൂമി വരണം. എൻ്റെ ഭൂമി എന്ന് പറയുന്നത് നിങ്ങൾ വളച്ച് കെട്ടിയ തോട്ടമൊന്നുമല്ല, നിങ്ങളെ മതിലുകൊണ്ടൊക്കെ ഉയർത്തിക്കെട്ടിയ ഇടവും നിങ്ങളുടെ ഭൂമിയല്ല. നിങ്ങളുടെ ഭൂമി എന്ന് പറയണത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാകും, ഇത്രയേ ഉള്ളൂ, ഈ ഉച്ച തൊട്ട് പെരുവിരൽ വരെ, ഇതാണ് നിങ്ങളുടെ ഭൂമി. എൻ്റെ ഈ ഭൂമിയിൽ നിൻ്റെ രാജ്യം വരണമേ, എൻ്റെ ഭാവനയിൽ നീ ഉണ്ടാവണമേ, ചങ്കിൽ നീ ഉണ്ടാവണമേ, വിരുന്നിലും വിശപ്പിലും നീ ഉണ്ടാവണമേ, വിണ്ടുകീറിയ കാൽപ്പാദങ്ങൾ നീ ഉണ്ടാവണമേ. ആമേൻ. നിൻ്റെ രാജ്യം എൻ്റെ ഭൂമിയിൽ വരേണമേ. അങ്ങനെ 4 ആശീർവാദങ്ങളാണ് യേശുവിനെ കൃത്യമായി മനസ്സിലാക്കിയ മനുഷ്യരുടെ ജീവിതത്തിൽ കൂടെ വരാൻ പോകുന്നത്. 1, നീ കെട്ടുന്നതൊക്കെ പള്ളിയായിരിക്കും. 2, തിന്മയ്ക്ക് നിൻ്റെ ഭാവനയുടെ മീതെ ഒരു അധികാരവും ഉണ്ടായിരിക്കില്ല. 3, നിൻ്റെ കരങ്ങളിൽ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോലുണ്ട്. 4, നിനക്കും ഭൂമിക്കും ഇടയിലുള്ള അകലം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്നിട്ട് അവിടുത്തെ രാജ്യം നിൻ്റെ ഭൂമിയിലാകും. ആമേൻ. അപ്പോൾ പ്രാർത്ഥിക്കാം. തിരുവന്ന നേരെ ഇരുന്നിട്ട് ഒന്നുകൂടി നമുക്ക് യേശുവിൻ്റെ പാദങ്ങൾ നമ്മളെ തന്നെ അർപ്പിച്ച് ഈ ആരാധനയും പ്രാർത്ഥനയും ഒക്കെ പുനരർപ്പണത്തിൻ്റെ ഒരു രാത്രിയാക്കാം. നിന്നിലേക്ക് കുറേ കൂടി അഗാധമായിട്ട് വരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു കേസറിയ ഫിലിപ്പിൽ വന്നപ്പോൾ അവരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് നീ പറയുന്നത്? നീയോ? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാവുന്നു. ശമയോനെ, മാംസരക്തങ്ങളല്ല നിന്നെക്കൊണ്ട് പറയിച്ചത്, എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ ആത്മാവാണ്. അതേ ആത്മാവ് ഈ രാത്രിയിൽ വലിയ പ്രകാശത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. വിനയപൂർവ്വം തുറവിയോടുകൂടി ആയിരിക്കാം. കരങ്ങളൊന്ന് നെഞ്ചോട് ചേർത്ത് വെച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് കർത്താവായ യേശുവേ, അങ്ങാണ് എൻ്റെ പ്രാണൻ്റെ മൂലക്കല്ല്. അതിനു മീതെ ഞാൻ പണിയുന്നതെല്ലാം പള്ളിയാവും, ചെയ്യുന്നതെല്ലാം പുണ്യമാവും. കർത്താവായ യേശുവേ, അങ്ങാണ് എൻ്റെ പ്രാണൻ്റെ മൂലക്കല്ല്. കർത്താവായ യേശുവേ, കുരിശടയാളം പതിഞ്ഞ എൻ്റെ നെറ്റിത്തടത്തിൽ തിന്മയുടെ ഭാവനകൾക്ക് ഇനി ഇടമില്ല. കർത്താവായ യേശുവേ, കുരിശടയാളം പതിഞ്ഞ എൻ്റെ നെറ്റിത്തടത്തിൽ ഇനി തിന്മയുടെ ഭാവനകൾക്ക് ഇടമില്ല. കർത്താവായ യേശുവേ, എൻ്റെ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവെള്ളയിലാണ്. എൻ്റെ ഉറ്റവരുടെ സ്വർഗത്തിൻ്റെ താക്കോൽ എൻ്റെ കൈവെള്ളയിലാണ്. കർത്താവായ യേശുവേ,
നിന്റെ രാജ്യം എൻ്റെ ഭൂമിയിൽ വരയണമേ. നിന്റെ രാജ്യം എൻ്റെ ഭൂമിയിൽ വരയണമേ. അടിമുടി അങ്ങനെ കീഴ്പ്പെടുത്തണമേ. അടിമുടി അങ്ങനെ കീഴ്പ്പെടുത്തണമേ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി ആ പാദങ്ങൾ നമ്മൾ അർപ്പിച്ചുകൊണ്ട് ഈ സന്ധ്യയെ നമുക്ക് യേശുവിലുള്ള പുനർപ്പണത്തിൻ്റെ സന്ധ്യയാക്കാം. ആരാധനയെ അത്രയും ഗൗരവത്തോടെ ഏകാഗ്രതയോടെ നമുക്ക് എടുക്കാം. നിൻ്റെ പാദങ്ങളിൽ എൻ്റെ ജീവിതത്തെ ഞാൻ അർപ്പിക്കുകയാണ്. നിനക്കിഷ്ടമുള്ളിടത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവുക. പൗലോസ് പറയുന്ന കണക്ക് ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, എൻ്റെ യേശു അത്രേ. അത് പറയാനുള്ള ധൈര്യമോ ആത്മവിശ്വാസമുള്ള ഒരാളല്ല ഞാനെങ്കിലും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. ഇനിമേൽ ഞാനല്ല, യേശു അത്രേ. നിറയെ വിളക്കുകളുടെ മധ്യേ നിൻ്റെ സാന്നിധ്യത്തിലേക്ക് വിട്ടു നോക്കുമ്പോൾ ജീവിതം പ്രഭാപൂരിതമാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തമസിലേക്ക് ചായ്വുള്ള ജീവിതമാണ് തമോന്മുഖം ജീവിതം. ഞാൻ ആശിക്കുന്ന നന്മയല്ല, ആശിക്കാത്ത തിന്മയിലേക്ക് വഴുതി പോകുന്നു എന്ന് പൗലോസ് പറയുമ്പോൾ ഞങ്ങളുടെ പ്രകൃതിയിൽ തിന്മയിലേക്ക്, അലസതയിലേക്ക്, ആഴമില്ലാത്ത സുഖങ്ങളിലേക്കൊക്കെ ഒരു ചായ്വുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ടും നിൻ്റെ സന്നിധാനം പ്രഭാമയമാണ്. ഒരു ഗാനം പരമാവധി ഹൃദയത്തെ ഏകാഗ്രമാക്കി കണ്ണുപൂട്ടി കേൾക്കാം. തമോന്മുഖം ജീവിതം എന്നുള്ള ഗാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. ദീപം 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 നക്ഷത്ര ദീപങ്ങൾ മിഴിപൂട്ടുമ്പോൾ കരിന്തിരി കത്തും ചിരാതിൽ നക്ഷത്ര ദീപങ്ങൾ മിഴിപൂട്ടുമ്പോൾ കരിന്തിരി കത്തും ചിരാതിൽ ആരോ പകരും വചനാമൃതത്തിൽ ഓരോ അണുവും ദീപ്തം. ശിഷ്ടജീവിതമിനി ദീപാവലി, ശിഷ്ടജീവിതമിനി ദീപാവലി. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. തമോന്മുഖം ജീവിതം പ്രഭാമയം
സന്നിധാനം. നിന്നെ കാണുവാൻ, നിന്നിൽ ചേരുവാൻ ഈ ദീപം എൻ വഴി കാട്ടി. ഈ ദീപം എൻ വഴി കാട്ടി. നിന്നെ കാണുവാൻ, നിന്നിൽ ചേരുവാൻ ഈ ദീപം എൻ വഴി കാട്ടി. ഈ ദീപം എൻ വഴി കാട്ടി. ദിശയറിയാതെ എൻ പ്രാണൻ ചെറിയ നൗക പോലുലയുമ്പോൾ അലമാലകൾക്കുമീതെ വിരിയും ദിവ്യമാം ഗുരുപാദ പത്മം. പ്രണവമന്ത്രം പാടി തൊഴുതു നിൽക്കും ഭൂമി. പ്രണവമന്ത്രം പാടി തൊഴുതു നിൽക്കും ഭൂമി. സങ്കീർത്തനം, സങ്കീർത്തനം, സങ്കീർത്തനം. നക്ഷത്ര ദീപങ്ങൾ മിഴിപ്പൂട്ടുമ്പോൾ കരിന്തിരി കത്തും ചിരാതിൽ. തമോമുഖം എന്നെ തഴുകി ഉണർത്തും തെന്നലായി നിൻ സ്നേഹത്തിൻ അനുത്ത സ്പർശം. നിൻ സ്നേഹത്തിൻ അനുത്ത സ്പർശം എന്നെ തഴുകി ഉണർത്തും തെന്നലായി നിൻ സ്നേഹത്തിൻ അനുത്ത സ്പർശം. നിൻ സ്നേഹത്തിൻ അനുത്ത സ്പർശം. വാഴ്വിൻ്റെ ഈ നീളുമീ വഴിയിൽ സന്ദേഹിയായി നിൽക്കുമീ പഥികൻ. സാന്ത്വന പെരുമഴയായി നിൻ മഹാകാരുണ്യ സ്പർശം. മഴവില്ലിൻ സപ്തവർണ്ണങ്ങളിൽ ആകാശത്തിൻ്റെ ഉടമ്പടി. മഴവില്ലിൻ സപ്തവർണ്ണങ്ങളിൽ ആകാശത്തിൻ്റെ ഉടമ്പടി. സങ്കീർത്തനം, സങ്കീർത്തനം, സങ്കീർത്തനം. നക്ഷത്ര ദീപങ്ങൾ മിഴിപൂട്ടുമ്പോൾ കരിന്തിരി കത്തും ചിരാതിൽ. ആരോ പകരും വചനാമൃതത്തിൽ ഓരോ അണുവും ദീപ്തം. ശിഷ്ടജീവിതമിനി ദീപാവലി. ശിഷ്ടജീവിതമിനി ദീപാവലി. ശിഷ്ടജീവിതമിനി ദീപാവലി.
ശരിയായ ആരാധന എന്താണെന്ന് യേശുവിനോട് സമരക്കാരിയായ സ്ത്രീ ചോദിച്ചു. ആ മലയിലും ഈ മലയിലും മനുഷ്യദൈവത്തെ ആരാധിക്കുന്നു. എന്താണ് ശരിയായ ആരാധന? എവിടെയാണ് സത്യാരാധന? അസത്യാരാധനയുടെ ചില സൂചനകൾ പറഞ്ഞ് യേശു അവളുടെ ജീവിതത്തെ സത്യാരാധനയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒന്ന്, അറിവില്ലാത്തവരുടെ ആരാധന അസത്യാരാധനയാണ്. ആ പരമചൈതന്യവുമായി ബന്ധപ്പെട്ട അറിവ് ലഭിക്കുന്നത് ധ്യാനത്തിലൂടെയാണ്. ധ്യാനമില്ലാത്തവരുടെ ആരാധന. രണ്ട്, സ്നേഹമില്ലാത്തവരുടെ ആരാധനയും അസത്യാരാധനയാണ്. വെള്ളം ചോദിക്കുന്ന വഴിപോക്കനോട് ജാതി പറയുന്ന സ്ത്രീയുടെ ഉള്ളിൽ എന്ത് സ്നേഹമുണ്ട്? സ്നേഹമില്ലാത്തവർക്ക് ആരാധിക്കാൻ അവകാശമില്ല. മൂന്ന്, വ്യക്തമായ ജീവിത നിലപാടില്ലാത്തവർക്കും ആരാധിക്കാൻ അവകാശമില്ല. പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നവരല്ല, അവിടുത്തെ ഹിതം പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നവരാണ് യഥാർത്ഥ ആരാധകർ. പള്ളിയിൽ എന്തു സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് പള്ളിക്ക് ശേഷം എന്ത് സംഭവിക്കുന്നു. വാട്ട് ഈസ് ഹാപ്പനിങ് ആഫ്റ്റർ ദ ചർച്ച്. ഞായറാഴ്ച എന്ത് സംഭവിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ് തിങ്കൾ തൊട്ട് ശനി വരെ എന്ത്. അവസാനമായിട്ട് സ്വാതന്ത്ര്യമില്ലാത്തൊരു ആരാധനയും അസത്യാരാധനയാണ്. എൻ്റെ ജനതയെ വിട്ടയക്കുക. ഫറവോയോട് മോശയും ഏരോണും പറഞ്ഞു, എന്തിന്? ആരാധിക്കാൻ പോകാൻ. സോ ദാറ്റ് ദേ മേ ഗോ ആൻഡ് വർഷിപ്പ്. അകത്തും പുറത്തും സ്വാതന്ത്ര്യം അനുഭവിക്കാത്തൊരു സമൂഹത്തിൻ്റെ ആരാധനയും അസത്യാരാധനയാണ്. കൊടിയ ചൂഷണം, മനുഷ്യപ്പറ്റില്ലാത്ത മുതലാളിത്തം, കൂലിക്ക് നിരക്കാത്ത തൊഴിൽ നിരക്കാത്ത കൂലി, ഇതൊക്കെ പുറത്തുള്ള നുഖങ്ങളാണ്. പിന്നെ അകത്തൊരു നുഖമുണ്ട്, പാപം. അകത്തും പുറത്തുമുള്ള നുഖങ്ങളെടുത്ത് മാറ്റപ്പെടേണ്ടതുണ്ട്. യേശു അവൾക്ക് അറിവ് കൊടുത്തു. മിശിഹ വരുമ്പോൾ ഇതൊക്കെ ഞങ്ങളെ പഠിപ്പിക്കും. യേശു അവൾക്ക് വക്കോളം സ്നേഹം കൊടുത്തു. യേശു അവൾക്ക് വ്യക്തമായ നിലപാട് കൊടുത്തു. ഗ്രാമത്തെ ഒഴിവാക്കാൻ നട്ടുച്ചയ്ക്ക് വെള്ളം കോരാൻ പോയ സ്ത്രീ തലയെടുപ്പോടുകൂടി ഗ്രാമത്തിലേക്ക് പോവുകയാണ്. പിന്നെ അകത്തും പുറത്തും സ്വാതന്ത്ര്യം കൊടുത്തു. ആ ഭാഗം അവസാനിക്കുന്ന ഇങ്ങനെയാണ്: അവൾ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവൻ്റെ പാദങ്ങളിൽ വെച്ചിട്ട് നടന്നു പോയി. പാദം, കുടം എല്ലാ സംസ്കാരങ്ങളിലും ഒരാളുടെ ജീവിതത്തിൻ്റെ പ്രതീകമാണ്. അഴുക്ക് പുരണ്ട, പായൽ പറ്റിയ, മെഴുക്ക് വീണ, തെല്ല് പൊടിഞ്ഞു തുടങ്ങിയ എൻ്റെ ജീവിതകുംഭം നിൻ്റെ പാദങ്ങൾ വെച്ചിട്ട് ഞാൻ തലയെടുപ്പോടുകൂടി പോവുകയാണ്. അറിവ്, സ്നേഹം, നിലപാട്, സ്വാതന്ത്ര്യം, അങ്ങനെ യേശു അവളുടെ ജീവിതത്തെ ഒരു സത്യാരാധനയാക്കി മാറ്റി. പ്രാർത്ഥിക്കാം. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അറിവ് തരണമേ. കർത്താവായ യേശുവേ, വക്കോളം സ്നേഹം തരണമേ. കർത്താവായ യേശുവേ, വ്യക്തമായ തീരുമാനങ്ങളും നിലപാടും തരണമേ. കർത്താവായ യേശുവേ, അകത്തും പുറത്തുമുള്ള നുഖങ്ങളെ എടുത്തു മാറ്റണമേ. എൻ്റെ ജീവിതകുംഭം നിൻ്റെ പാദങ്ങൾ വച്ചിട്ട് തലയെടുപ്പോടെ അനുദിന ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലേക്കും ഞാൻ വീണ്ടും പോകട്ടെ.
പ്രകാശിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.